മൂന്നാം ദിനം കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് മമ്മൂക്ക നായകനായിട്ടെത്തിയ ബസൂക്ക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന് ബസൂക്ക എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ശനിയാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നീസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ആദ്യ 2 ദിവസത്തേക്കാൾ കളക്ഷൻ കുറഞ്ഞൊരു കാഴ്ചയാണ് ചിത്രത്തിന് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 1,71,00,000 രൂപയാണ്. അതായത് ചിത്രത്തിന്റെ മറ്റ് 2 ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷനെ കുറവാണ്. ആദ്യ ദിനം 3,38,00,000 രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ചിത്രം 2,21,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച അവധി ദിവസമായിട്ട് പോലും ചിത്രത്തിന്റെ കളക്ഷൻ കുറഞ്ഞത് വലിയൊരു അടി തന്നെയാണ് മമ്മൂക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചത്തെ ചിത്രത്തിന്റെ പ്രീസെയിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 52,00,000 രൂപയോളം മാത്രമാണ് ചിത്രത്തിന് പ്രീസെയിലൂടെ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം നസ്ലും കേന്ദ്ര കഥാപാത്രത്തെ ആലപ്പുഴ ജിംഖാന എന്ന പറഞ്ഞ സിനിമ വൻ വിജയമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.